കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ കഥകൾ. അതുപോലെ ഉണ്ണിക്കണ്ണൻ്റെ, ശ്രീകൃഷ്ണൻ്റെ കുട്ടിയായിരുന്നപ്പോഴുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാനിവിടെ ഷെയർ ചെയ്യാണ്. അതായത് തീരെ കുഞ്ഞായിരുന്നപ്പോൾ ഒരു മാമ്പഴ കച്ചവടക്കാരൻ കൃഷ്ണൻ്റെ അമ്പാടിയിൽ വന്നു. അപ്പോൾ കൃഷ്ണൻ്റെ വളർത്തച്ഛനായ നന്ദഗോപർ മാമ്പഴം കുറച്ച് വാങ്ങി. ഈ മാമ്പഴം അന്ന് വാങ്ങുമ്പോൾ നമ്മൾ പരസ്പരം എക്സ്ചേഞ്ചാണ് ചെയ്യുന്നത്. എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നു, പൈസയല്ല കൊടുക്കുക. അപ്പോൾ നന്ദഗോപർ കുറച്ച് ധാന്യം എടുത്തിട്ട്, ഒരു കുട്ട ധാന്യം എടുത്ത് മാമ്പഴ കച്ചവടക്കാരന് കൊടുത്തു. പകരം ഒരു കൂട്ട മാമ്പഴ കച്ചവടക്കാരൻ നന്ദഗോപർക്കും കൊടുത്തു. ഇത് ഉണ്ണിക്കണ്ണൻ കാണുന്നുണ്ട്. ഉണ്ണിക്കണ്ണന് ഈ മാമ്പഴങ്ങൾ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. ഉണ്ണിക്കണ്ണൻ വിചാരിച്ചു, ഞാനും ഇനി കൂടുതൽ കിട്ടണമെങ്കിൽ ധാന്യം എടുത്ത് കൊടുത്താൽ ചിലപ്പോൾ കൂടുതൽ തരുമായിരിക്കും. ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്തു? അച്ഛൻ ചെയ്യുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അകത്ത് പോയി കയ്യിലെ ഒരു പിടി ധാന്യം എടുത്തു കൊണ്ടുവന്ന് ആ മാമ്പഴ കച്ചവടക്കാരന് കൊടുത്തു. കുഞ്ഞി കയ്യിൽ എത്രമാത്രം ധാന്യം കൊള്ളും? വളരെ കുഞ്ഞു കൈയല്ലേ. എന്നിട്ട് പല പ്രാവശ്യം എടുത്തു കൊടുക്കേണ്ടി വരും. ഇന്ന് മുഴുവനും നിന്ന് കൊടുത്താലും ഒരു മാമ്പഴത്തിനുള്ളത് തികയോ? ഇല്ല. ഇത് കണ്ടപ്പോൾ മാമ്പഴ കച്ചവടക്കാരന് ഈ ഉണ്ണിയോട് നല്ല അലിവ് തോന്നി. പാവം ഉണ്ണി, എന്തോ ഒരു ശ്രീത്തുള്ള ഉണ്ണി, ഒരു പ്രത്യേക ഉണ്ണി. ഉണ്ണിയുടെ ചിരിയും മുഖവും വാത്സല്യവും ഒക്കെ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി. നല്ല വാത്സല്യം തോന്നി. മാമ്പഴ കച്ചവടക്കാരൻ കുറച്ചധികം മാമ്പഴങ്ങളെടുത്ത് ഉണ്ണിക്ക് കൊടുത്തു. ഈ ഉണ്ണി സാക്ഷാൽ ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല മാമ്പഴ കച്ചവടക്കാരൻ കൊടുത്തത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ മാമ്പഴ കച്ചവടക്കാരൻ്റെ നേരത്തെ നന്ദഗോപർ കൊടുത്ത ആ ഒരു കുട്ട ധാന്യമില്ലേ, അത് മുഴുവനും സ്വർണങ്ങളും രത്നങ്ങളും ഒക്കെയായി മാറി. അതായത് ഒരു കുട്ട മുഴുവൻ സ്വർണം. അപ്പോൾ അവിടെയുള്ളവർക്ക് മനസ്സിലായി, ഇത് എന്തോ ദിവ്യത്വമുള്ള കുട്ടിയാണ്, ഇതൊരു സാധാരണ കുട്ടിയല്ല, ഇത് എന്തോ ഭഗവാനാണ്. അങ്ങനെയൊക്കെ തോന്നി. ഈ മാമ്പഴ കച്ചവടക്കാരൻ ഒരുപാട് സന്തോഷമായി അദ്ദേഹം പോയി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. അതായത് നമുക്ക് ചെറിയ അർപ്പണങ്ങൾ ഭഗവാന് ചെയ്യുന്നതിലൂടെ വലിയ വലിയ മാറ്റങ്ങളാണ് ഭഗവാൻ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ചെറിയ അർപ്പണങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് നമ്മൾ ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെ ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ. അത് ഒരു തുളസി ആവട്ടെ, അല്ലെങ്കിൽ തുളസി സമർപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തുളസിമാല സമർപ്പിക്കുക. നമ്മൾ വിചാരിക്കുകയാണ്, എൻ്റെ വീട്ടിൽ ശ്രീകൃഷ്ണനുണ്ട്, ഒരു വിഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ അതിൽ എന്നും തുളസിമാല സമർപ്പിക്കുമെന്ന്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന തുളസിയിൽ നിന്ന് എന്നും തുളസിമാല പൊട്ടിച്ച് ഒരു ചെറിയ തുളസിമാല എന്നും കൃഷ്ണന് അർപ്പിച്ചു നോക്കൂ. കൃഷ്ണൻ അതിന് എത്ര മടങ്ങായിട്ടാണ് നമുക്ക് ഓരോ പോസിറ്റീവ് അനുഭവങ്ങൾ കൊണ്ടുവരുന്നത്. അതുമാത്രമല്ല, കാര്യം നേടാനുള്ള ഒരു ഉപാധിയാണ് ഭഗവാൻ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ അർപ്പണം ഭഗവാൻ കാണാതിരിക്കില്ല. നമ്മൾ എത്ര മനസ്സലിവുള്ളവരാണോ, അല്ലെങ്കിൽ ഭഗവാനോട് എത്ര ഭക്തിയുള്ളവരാണോ, അല്ലെങ്കിൽ നമ്മൾ എത്ര പാവങ്ങളോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ മനസ്സിലെ ഭക്തി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ അർപ്പണബോധം, അതുകൊണ്ട് അതിനൊക്കെ പ്രതിഫലമായിട്ട് ഭഗവാൻ എത്രമാത്രം ഗുണങ്ങളാണ് നമുക്ക് തരുന്നത്. ഇപ്പോൾ ഈ പഴക്കച്ചവടക്കാരനെ സംബന്ധിച്ച്
അയാൾ തീർച്ചയായും ഒരു പാവപ്പെട്ട വീട്ടിലെ ആയിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ അലിവുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഒരു കുഞ്ഞു കുട്ടി മാമ്പഴം കിട്ടാൻ വേണ്ടി ചോദിച്ചപ്പോൾ അതിന് വേറെ ഒരു പ്രതിഫലവും വാങ്ങാതെ കുറച്ച് കൂടുതൽ മാമ്പഴം ആ കുട്ടിക്ക് കൊടുത്തത്. അതായത് മനസ്സിൽ എപ്പോഴും നന്മയുള്ളപ്പോൾ ഭഗവാൻ അതിന് എപ്പോഴെങ്കിലും ഒരു പോസിറ്റീവ് അനുഭവം തരാതിരിക്കില്ല. നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മയ്ക്ക് പ്രതിഫലമായിട്ട് ചിലപ്പോൾ അവർ നമ്മളോട് മോശമായി ബിഹേവ് ചെയ്യും. ചിലപ്പോൾ അവർ നമ്മളെ തള്ളിക്കളയും, നമ്മളെ പുച്ഛിക്കും. അങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെതിരായിട്ട് അത് മാറുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ളതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത ആ കർമ്മത്തിൻ്റെ ഫലം ഭഗവാൻ തരുന്നത് വേറെ രീതിയിലായിരിക്കും. ചിലപ്പോൾ വേറെ ആളുടെ കയ്യിൽ നിന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ ഓർത്തിട്ടുണ്ടാവും, നമ്മൾ ചിലപ്പോൾ പ്രതിസന്ധികളിൽ കൂടെ കടന്നു വന്നിട്ടുണ്ടാവും. അതിന് മുമ്പായിട്ട് നമുക്ക് നല്ല സമയമുള്ളപ്പോൾ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം പൈസയായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊരു ഹെൽപ്പോ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അത്യാവശ്യ സമയം വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത ആൾ തന്നെയാവില്ല നമുക്ക് ചിലപ്പോൾ ഹെൽപ്പ് കൊണ്ട് തന്നിട്ടുണ്ടാവുക. അത് വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന്, ഒരു കോർണറിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ ഒരു ഹെൽപ്പ് ആരെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ ഭഗവാനെ വിളിക്കുന്നവർക്കാണ് കൂടുതൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മൾ കൈത്താങ്ങായിട്ട് ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ വരും. നമ്മുടെ മനസ്സ് പോസിറ്റീവായിരിക്കുക, മനസ്സ് നന്മയുള്ളതായിരിക്കുക, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമ്മുടെ മനസ്സ് എപ്പോഴും തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് കഴിയുന്ന രീതിയിൽ, കഴിയാത്ത രീതിയിലല്ല, നമുക്ക് നമ്മളെ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനും അതിനായിട്ട് നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരാൾക്ക് അത്യാവശ്യം വരുമ്പോൾ നമ്മൾ അവരെ സഹായിക്കുന്നു. അതിൻ്റെ അവഗണന ആയിക്കോട്ടെ, കുഴപ്പമില്ല, അത് ഭഗവാന് വിട്ടുകൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത ആ ഒരു കർമ്മത്തിന് ഫലമുണ്ട്. അത് അവരുടെ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇത് ഗീതയിൽ പറയുന്നുണ്ട്, നമ്മൾ പ്രതിഫലം കാംക്ഷിക്കാതെയാണ് കർമ്മം ചെയ്യേണ്ടതെന്ന്. പക്ഷേ നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമുക്കിത് പ്രായോഗികമായിട്ട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ അഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ കർമ്മം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതിനൊക്കെ കൂലിയുണ്ടെന്ന് പറയുന്നത് ശരിക്ക് ഉണ്ട്. അതായത് കർമ്മത്തിന് ഫലമുണ്ട്. കർമ്മത്തിന് ഫലം ഇല്ലാണ്ടിരിക്കണമെങ്കിൽ അത് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യണം. പക്ഷേ നമുക്ക് സംരക്ഷണം ഉണ്ടാവും. നമ്മൾ കർമ്മത്തിൽ ഞാനൊരു സഹായം ചെയ്തു, അയാളിൽ നിന്ന് തന്നെ എനിക്ക് ഈ സഹായം കിട്ടണം എന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് നടക്കാൻ വഴി കുറവാണ്. അത് മാത്രമല്ല, ആ റിലേഷൻ സ്പോയിൽ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തു, എന്നിട്ട് നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചാണ് ചെയ്യുന്നത്. ഞാനൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത്, അത് ഞാൻ ഭഗവാന് വിട്ടുകൊടുക്കുന്നു. അയാൾ എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ, അയാൾക്ക് അത്യാവശ്യമുള്ള സമയത്ത് ഞാൻ അയാളോട് ഇങ്ങനെ ചെയ്തു, ഇനിയൊക്കെ ഞാൻ ഭഗവാന് വിട്ടുകൊടുക്കുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് ഭഗവാൻ അതിനുവേണ്ടി വേറെ ആളെ അല്ലെങ്കിൽ 100 ആളെ കണ്ടെത്തി തരും നമ്മളെ സഹായിക്കാൻ. ആ ആൾ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ആ ആൾ തന്നെ ആയെന്നും വരും. അതൊക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ഭഗവാനെ വിളിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് നമ്മൾക്ക് കർമ്മബന്ധങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഭഗവാൻ തന്നെ നമ്മൾ ദുഃഖങ്ങൾ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാനായിട്ടോ എല്ലാറ്റിനും ആരെങ്കിലുമൊക്കെ ഭഗവാൻ ആ സമയത്ത് കാണിച്ചു തരും. പിന്നെ എല്ലാ കാലത്തും എല്ലാവരോടും സ്നേഹബന്ധവും എല്ലാം ഉണ്ടായിന്ന് വരില്ല. ചിലപ്പോൾ പലതും അകന്നു പോയിന്നും വരും. അതൊന്നും നമ്മുടെ ഒരു വിഷയമല്ല. കാരണം എല്ലാം നമ്മൾ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ അകന്നു പോകുന്നതൊക്കെ നമ്മൾ വിചാരിക്കുക ഇതൊക്കെ ഈ ലൗകിക ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. ആത്മീയ ജീവിതത്തിൽ ആത്മാവ് എന്നുള്ളതിന് അങ്ങനെ ഒന്നുമില്ല.
പൂന്താനം പറഞ്ഞ പോലെ കുറേ തടികൾ ഒഴുകി വരുന്നു, കൂടിച്ചേരുന്നു. എന്നിട്ട് എല്ലാം പിരിഞ്ഞു പോകുന്നു. ഒരു നദിയിൽ നടക്കുന്നതാണ്. വിറക് കഷ്ണങ്ങൾ പല ദിക്കിൽ നിന്ന് ഒന്നിച്ച് ചേർന്ന് കൂടിച്ചേർന്ന് പിന്നെ പലതും പല വഴിക്ക് പോകുന്നു. അതായത് നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് നമ്മളെല്ലാവരും വിട്ടുപിരിയേണ്ടവരാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോയി ഇപ്പോൾ ഒരാൾ നമ്മളെ ഇപ്പോൾ പിണങ്ങിപ്പോയി, നമ്മുടെ കാരണം കൊണ്ടല്ല, തെറ്റുകൊണ്ടല്ല അയാൾ പിണങ്ങിപ്പോയി എന്ന് വെച്ചിട്ട് ഇനി അയാൾ വരില്ല എന്ന് വെച്ചിട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് അപ്പോൾ വിഷമം ഉണ്ടാവും. അത് നമ്മുടെ ലൗകികമായ ആ ഒരു ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുക, നമ്മളെല്ലാവരും പിണങ്ങി പോകേണ്ടവരാണ് ഈ ഭൂമിയിൽ നിന്ന്, എല്ലാവരെയും വിട്ടു പിരിഞ്ഞു പോകേണ്ടവരാണ്. അതുപോലെയാണ് അത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ഷണികമായ ജീവിതത്തിൽ നമ്മൾ ഭഗവാന് മാത്രമേ ശാശ്വതമുള്ളൂ എന്ന് കരുതി കഴിഞ്ഞാൽ ഇനിയും നമുക്ക് പെട്ടെന്ന് തന്നെ മോക്ഷത്തിലേക്ക് എടുക്കാനും നമ്മുടെ ജീവിതം എന്താ പറയുക, ജീവിതത്തിൻ്റെ ആ സാഫല്യം നേടാനും, ജീവിതത്തിൻ്റെ സാഫല്യം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മോക്ഷമാണ്, അത് നേടാനും ഇത് വളരെ സഹായകമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.